കർത്താവിൽ പ്രിയരെ, പുതുവർഷത്തിന്റെ സന്തോഷ തിമിർപ്പുകൾ വിട്ടുമാറാത്ത ഒരു മഞ്ഞുകാല പുലരി കൂടി കാണുവാൻ നമ്മെ അനുവദിച്ച വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വചനധാരയിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സങ്കീർത്തന പുസ്തകം 34 അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്കാണ് ക്ഷണിക്കുന്നത്. ആകയാൽ 6-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഈ എളിയവൻ നിലവിളിച്ചു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ രക്ഷിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇസ്രായേലിന്റെ ഇതിഹാസ രാജാവായ ദാവീദിന്റെ സ്വന്തം എളിമയെ പ്രതിപാദിക്കുന്ന സാക്ഷ്യമാണ്. നാം എല്ലാം ചിന്തിക്കുന്നത് എളിമ എന്ന് പറഞ്ഞാൽ ബലഹീനത എന്നാണ്. അല്ല പ്രിയരെ, മറിച്ചോ വൻ ശക്തിയുടെ ഉറവിടമാണ്. എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയാണ് എളിമ. എളിമയുടെ ചക്രവർത്തിയായ യേശു തമ്പുരാൻ നമുക്ക് വേണ്ടി ക്രൂശിൽ തന്റെ ജീവനെ ബലിയർപ്പിച്ചതും എല്ലാ മൃഗങ്ങളിൽ വെച്ചും നികൃഷ്ടമായ കോവർ കഴുതയുടെ പുറത്ത് എഴുന്നള്ളിയതും ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഗബ്രിയേൽ മാലാഖ വിശുദ്ധ കന്യമറിയാമിന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തപ്പോൾ അവൾ തന്നെത്താൻ താഴ്ത്തപ്പെടുകയും ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ ഉപേക്ഷിച്ച് തന്നെത്താൻ താഴ്ത്തപ്പെട്ട് ആ അനുഗ്രഹത്തെ ഉൾക്കൊള്ളുവാൻ അവൾ തയ്യാറാകുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടുമെന്നും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്നും നാം വായിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തെ എളിമപ്പെടുത്തി ദൈനംദിനം നമ്മളെ അലട്ടുന്ന ഭൗതിക സുഖങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കി ദൈവമാതാവിനെ പോലെ തന്നെത്താൻ താഴ്ത്തപ്പെട്ട് കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം നമ്മളെയും ഇടയാക്കട്ടെ. 8-ാം വാക്യത്തിൽ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. എല്ലാവരെയും അലട്ടുന്ന ഒന്നാണ് യഹോവയുടെ നന്മകളും അനുഗ്രഹങ്ങളും എങ്ങനെ നമ്മൾ രുചിച്ചറിയും എന്നുള്ളത്. പ്രിയരെ, ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ഓറഞ്ച് അത് പുറമേ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും സംശയിക്കും പുളിയോ മധുരമോ എന്ന്. പക്ഷേ ഒന്ന് രുചിച്ചു നോക്കിയാൽ അത്രമാത്രമേ വേണ്ടൂ. അതാണ് ദാവീദ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്, അവന്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. 9-ാം വാക്യത്തിൽ ദൈവത്തെ എങ്ങനെ ഭയപ്പെടണം എന്ന് ചിത്രീകരിക്കുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് ഒരു മുട്ടിനും കുറവില്ല എന്ന് നമ്മൾ വായിക്കുന്നു. വീണ്ടും സദൃശ്യവാക്യങ്ങളിൽ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തോടുള്ള ഭയം എന്നാൽ ഒരു കുഞ്ഞിന് തന്റെ പിതാവിനോടുള്ള ഭയത്തിന് തുല്യമാണ്. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, ഞാൻ ഇന്നത്തെ വളർന്ന് വഷളായിക്കൊണ്ടിരിക്കുന്ന തലമുറയല്ല ഉദ്ദേശിച്ചത്, പിന്നെയോ മാതാപിതാക്കളെ ആദരിച്ച് ഭയപ്പെട്ട് വളർന്ന നമ്മുടെ ബാല്യകാലമാണ്. പ്രിയരെ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടാം. അവരും ഭയത്തിലും ദൈവഭക്തിയിലും വളരുവാനുള്ള കുടുംബ അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അല്ലാത്ത പക്ഷം 10-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല എന്ന്. ബാലസിംഹങ്ങളെ നമ്മൾ രാജകുമാരന്മാരോട് ഉപമിച്ചു നോക്കിയാൽ നമ്മളുടെ മക്കളുടെ കാര്യം എത്ര വിചിത്രം. ഒന്നിനും ഒരു കുറവും വരുത്താതെ നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ ആഡംബരത്തിലും അഹങ്കാരത്തിലും അഹംഭാവത്തിലും പ്രാർത്ഥനയും പള്ളിയും പട്ടക്കാരനുമില്ലാതെ വളരുന്ന ഈ തലമുറയാണോ ദാവീദ് രാജാവ് ബാലസിംഹങ്ങളായി കണക്കാക്കിയിരിക്കുന്നത്? പ്രിയരെ, ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു വേദഭാഗമായി ഞാൻ ഇതിനെ കാണുന്നു. 104-ാം സങ്കീർത്തനത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു: ബാലസിംഹങ്ങളും ഇരയ്ക്കായി അലറുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ ഈ പുതുവത്സരത്തിന്റെ എല്ലാ യാമങ്ങളിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭൗതിക സുഖങ്ങളിൽ ആശ്രയിച്ച് സോഷ്യൽ മീഡിയയുടെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് ദൈവത്തെയും അവന്റെ സകല നന്മകളെയും മറന്ന് സുഖലോലുപരായി അവർ ജീവിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് അവരുടെ കാതുകളിൽ ഊതിക്കൊടുക്കാം. പരിശുദ്ധ പിതാവിന്റെ ഈ വാഗ്ദാനത്തിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കട്ടെ. അതിനായി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ മുട്ടുകളെ വണക്കാം, മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ദൈവം തന്റെ ശക്തി കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം.